ഐ എം കിച്ചു, കൃഷ്ണകുമാരൻ എന്ന കിച്ചു. കൂപ്പൺ മാറിപ്പോയി. ഏത് കൂപ്പൺ? അയ്യോ, ലക്കി കൂപ്പൺ. അതായത് കുട്ടിയുടെ കൂപ്പൺ എന്റെ കയ്യിലും എന്റെ കൂപ്പൺ കുട്ടിയുടെ കയ്യിലുമായി പോയി. കൂപ്പണുകളുടെ ഒരു കളിയെ ഒരു സ്ലൈറ്റ് കൺഫ്യൂഷൻ. ചേട്ടൻ അവിടെ ഇരിക്കുന്നേ. അല്ല, ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അയ്യോ, ഞാൻ പറഞ്ഞില്ലേ കൂപ്പൺ മാറിപ്പോയി. 5 കിലോ സ്വർണ്ണ സമ്മാനം വെറുതെ അങ്ങ് കളയാൻ പറ്റുമോ? ഇതെടുത്തിട്ട് കുട്ടിയുടെ കയ്യിലുള്ള ഇങ്ങോട്ടാന്നേ. താങ്ക് യു. കുട്ടിയുടെ കൂപ്പൺ. 5 കിലോ സ്വർണം കിട്ടും, കളയല്ലേ. 1 മിനിറ്റ്. അഖില എന്ന പേരല്ലേ? നൈസ് നെയിം. ഡ്രൈവർ, വണ്ടി എടുക്കൂ. സ്റ്റോപ്പ് ഇറ്റ്. എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഐ നോ എവറിത്തിങ്. എല്ലാ ആണുങ്ങളും ഒരുപോലെ. നുണയന്മാർ, ചതിയന്മാർ, പതുക്കെ ഒന്ന് എഴുതിക്കോട്ടെ. നുണയന്മാർ, ചതിയന്മാർ. എന്തൊക്കെയാണ് പറഞ്ഞത്? ജന്മാന്തരങ്ങളായുള്ള ബന്ധം മരിച്ചാൽ ഈ മുഖം മനസ്സിൽ നിന്ന് മായില്ല. ഇനി ഇതും പറഞ്ഞ് എന്റെ മുമ്പിൽ വന്നോ ചെരുപ്പ് കരണത്തോളൂന്ന് പറഞ്ഞേക്ക്. ഇതെടുത്ത് മാറ്റിക്കേ. അയ്യോ, അപ്പൊ ഈ ചെയിനോ? ഹാവ് എ നൈസ് ഡേ മാഡം. അതും ചീറ്റി. പാതിരാത്രിയിലും പകൽ വെളിച്ചം. ഇതാ ഒരു ബദൽ പവർ സപ്ലൈ. ഹൈപ്പർ ഇൻവെർട്ടേഴ്സ്. ഓക്കെ മായ. വെൽ ഡൺ മായ, വെൽ ഡൺ. ഗുഡ് ഷോ. ഈ പരസ്യം പുറത്തു വരുന്നതോടെ മിസ് മായയുടെ മാർക്കറ്റ് കുതിച്ചു വരും. നോ ഡൗട്ട്. താങ്ക് യു സർ. നോ മെൻഷൻ പ്ലീസ്. മിസ്റ്റർ ജേക്കബ്, നെക്സ്റ്റ് ക്രെയിൻ ഷോട്ട് അല്ലേ? അതെ. ദെൻ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. യെസ് സർ. ഐ വാസ് റിയലി ഇംപ്രസ്ഡ്. മായ, അതൊക്കെ ഓക്കെ. ടീനയുടെ ഹെയർ സ്റ്റൈലും ചേഞ്ച് ചെയ്തേക്കും. ചെന്നാട്ടെ. മായയുടെ എഗ്രിമെന്റിൽ ഞാനൊരു ചെറിയ ചേഞ്ച് വരുത്താൻ തീരുമാനിച്ചു. എന്താ സർ? പേടിക്കണ്ട, നല്ല കാര്യമാ. ഞാനൊരു 50,000 rupees ഇൻക്രീസ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് സർ. ഒരു ചെറിയ ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ. മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ലല്ലോ? ചോദിക്കൂ സർ. മായയുടെ ഈ ബോഡി ഷേപ്പാണ് ക്യാച്ച്. ഹൗ ഡു യു മെയിൻറ്റെയിൻ ദിസ്? ഡയറ്റിംഗ് ആണോ അതോ എക്സർസൈസ് ആണോ? അങ്ങനെയൊന്നുമില്ല സർ. മൈ ഗോഡ്, എന്ന് വെച്ചാൽ ജന്മനാ കിട്ടിയത്. ഗോഡ്സ് ഗിഫ്റ്റ്. വണ്ടർഫുൾ, വണ്ടർഫുൾ. ഐ റിയലി അപ്രീഷിയേറ്റ്. ഒരു ഇന്റർവ്യൂ പോലും നടത്താതെ സ്റ്റിൽസ് മാത്രം കണ്ട് മായ ഞാൻ ഫിക്സ് ചെയ്ത് എന്താണെന്നറിയാവോ? ഐ വാസ് ദാറ്റ് മച്ച് കോൺഫിഡന്റ്. മാത്രവുമല്ല, മറ്റൊരു മോഡലിനോടും തോന്നാത്ത എന്തോ ഒന്ന് മായയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഈ ജന്മാന്തരങ്ങളുടെ ബന്ധം എന്നൊക്കെ പറയാറില്ലേ സാറേ? വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക, പിന്നെ വരും. അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഇതെന്ന് ഞാൻ പറയുമ്പോ മനസ്സിലാവും. ഉടനെ വരും. ജസ്റ്റ് എ മിനിറ്റ്. പറഞ്ഞു തൊലയ്ക്ക്. എന്താ കാര്യം? റിപ്ലൈ കിട്ടി. ആണോ? കള്ളൻ, തെണ്ടി, ചെറ്റ, ഇഡിയൻ, റാസ്കൽ. എന്താണോ ഇത്? ഇത് കംപ്ലീറ്റ് ആ പെണ്ണ് വിളിച്ച തെറികളാ. സാറിന്റെ മുഖത്തോക്കി പറയാനുള്ള മടി കൊണ്ട് എഴുതിക്കൊണ്ട് വന്നത്. നീ വല്ല വൃത്തിയോടും പറഞ്ഞു? ഞാനെന്ത് വൃത്തിയോട് പറയാൻ? പക്ഷേ സാറ് പണ്ടൊരു വൃത്തികേട് കാണിച്ചിട്ടുണ്ട് എന്നാ കുട്ടി എന്നോട് പറഞ്ഞു. അതപ്പോ? എന്റെ സാറേ, ഇതിങ്ങനെയൊക്കെ മുഖമെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചൂടെ? ഇത് സാറ് പണ്ടൊരിക്കൽ ചെയിൻ കൊടുത്ത കേസാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്താ അവളുടെ പേര്? ഷീല. ഷീല? ഓ, സാൻഡ്രോ ഷീല. അവൾക്കൊരു സാൻഡ്രോ കാറില്ലേ? കറക്റ്റ്. സാറിനെ പോലൊരു ചതിയനെ ലോകത്ത് കണ്ടിട്ടേയില്ലെന്നും പറഞ്ഞു. പിന്നെ ഈ ജന്മാന്തരങ്ങളുടെ ബന്ധത്തെ കുറിച്ച് സാറ് വല്ലതും പറഞ്ഞു? അതിപ്പോ എല്ലാ ആളുമാരോടും പറയുന്നില്ലേ. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. കല്യാണം കഴിഞ്ഞ സാറ് വെറുതെ എന്തിനാ വില കളയുന്നത്? കല്യാണം കഴിഞ്ഞാൽ വില പോകുന്നു നിന്നോടാരാ പറഞ്ഞു? അങ്ങനെയല്ല, കല്യാണം കഴിഞ്ഞ സാറ് വെറുതെ ഈ നിലയിൽ വില കളയണോന്ന് ചോദിക്കായിരുന്നു. എടാ കിച്ചു, ഒരു പരസ്യ കമ്പനി നടത്തിക്കൊണ്ടു പോകുന്നത് ചില്ലറ കാര്യമല്ല. സുന്ദരികളായ മോഡൽസ് ആണ് ഒരു പരസ്യ കമ്പനിയെ നിലനിർത്തുന്നത്. അതുങ്ങൾക്ക് ശമ്പളം മാത്രം കൊടുത്താ പോരാ. ഇതുപോലുള്ള ചില റൊമാൻറ്റിക് പൊടിക്കൈകൾ ഇറക്കിയില്ലെങ്കിൽ ഇവള് മറുപടി പോയി കളയും. ചാക്കിട്ട് പിടിക്കാൻ ഇവിടെ കമ്പനികൾ മത്സരമാണ്. ഒരുത്തിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. പിന്നെ ചക്കരക്കുടത്തി കൈയിട്ട നക്കണമെന്ന് പുരാണത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട്. പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നക്കണം. കാറിന്റെ ചാവി, ക്രെഡിറ്റ് കാർഡ്, ചെയിൻ മാത്രം വേസ്റ്റ് ആയി. ഒരിക്കലും വേസ്റ്റ് ആവില്ല. ചെയിനാണിപ്പോ അത്യാവശ്യം. പിന്നെ ഈ വണ്ടിക്കടിച്ച പെട്രോൾ, വഴിച്ചെലവ്, പിന്നെ അതെന്താ താൻ ചോദിക്കാത്തെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. കണക്കും ബാലൻസ് ഞാൻ പിന്നെ തരാം. ഇയാൾ ഓഫീസിലോട്ട്. മിസ് മായ, മായ പ്ലീസ് കം. എന്താ സർ? ഹിയർസ് എ സർപ്രൈസ് ഫോർ യു. കണ്ണടയ്ക്കൂ. എന്തിനാ സർ? കണ്ണടയ്ക്കൂ. തുറക്കൂ. 22 carats 916 5 sovereigns all for you. Happy? Sure sir. എല്ലാവരും പറയുന്നു 916. ഞാൻ തരുന്നു 916. ഓക്കെ?
അമ്മ എന്തൊക്കെയാ കയറ്റി വെക്കുന്നത്? ഇതേപോലെ കഴിഞ്ഞ മാസം കൂടെ തന്നയച്ചതല്ലേ? അതൊക്കെ തീർന്നു കാണില്ലേടാ. എവിടെ തീരാൻ? അല്ലെങ്കിൽ ഇതൊക്കെ അവിടെയും കിട്ടുന്നതല്ലേ? അമ്മ എന്തിനാ വെറുതെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? എന്നാലും അമ്മ ഉണ്ടാക്കി തരുന്നതിന്റെ സ്വാദ് കിട്ടൂടാ കടപ്പലാരത്തിന്. എടാ കേച്ചുട്ടാ, അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടെന്നുണ്ടെങ്കിൽ നീ എനിക്ക് കൂട്ടിനൊരാളെ കൊണ്ടെത്താ. ഓ, കല്യാണം. എന്റെ അമ്മയെ എന്റെ കല്യാണം എന്നേ കഴിഞ്ഞു. ഇതാണ് എന്റെ ഭാര്യ. അമ്മയൊന്ന് അനുഗ്രഹിച്ചേ. എന്താ ഇത്? മനുസാർ എനിക്ക് വേണ്ടി പണിയാൻ പോകുന്ന ബ്രാഞ്ചിന്റെ ബ്ലൂ പ്രിന്റാ. എന്നോട് അത്രയ്ക്ക് ഇഷ്ടം മനുസാറിന്. സ്വന്തമായിട്ടൊരു പരസ്യ കമ്പനി, അതെന്റെ സ്വപ്ന. അത് നേടിയിട്ടേ ഉള്ളൂ കല്യാണം. പണ്ടൊരു നമ്പൂതിരി ഫലിതമില്ലേ? ആദ്യം അന്തസ്, പിന്നെ അന്തർജനം. അയ്യോ, സമയം പോയി, ട്രെയിൻ മിസ്സാവും. ആ, അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കളിച്ച് ചിരിച്ച് സന്തോഷമായിട്ടിരിക്കണം. നീ മാറി നിന്നാ എങ്ങനെയാ അമ്മ സന്തോഷിക്കാൻ? ആ, അതിനൊരു വഴിയുണ്ട്. കണ്ണ് രണ്ടും ഇങ്ങനെ അടച്ചു പിടിച്ച് മകന്റെ മുഖം മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ ബാലമാമേ, ആയിക്കോട്ടെ. ഓക്കേ. വേണ്ട വേണ്ട, കയ്യടിക്കണ്ട. ഇവന്മാര് പാസ്സായിട്ടില്ല. അതെ, ഇത് ഓട്ടപ്പന്തയമല്ല, കള്ളന്മാർക്കുള്ള ട്രെയിനിങ്ങാ. ഞാൻ നോക്ക്, 1/4 കിലോമീറ്റർ ഓടാൻ 1 മിനിറ്റും 17 സെക്കൻഡും. അതെങ്ങനെ ശരിയാവും? ഇത് നടക്കൂലട്ടാ. എങ്ങനെ നടക്കാനാണ്? ഇത് ജാമ്പോന്റെ കാലത്തെ വാച്ചാണ്. ഇത് കളഞ്ഞിട്ടേ പുതുതാരത്തെ കട്ടെടുക്ക്. ഇട വാച്ചിന്റെ കാര്യമല്ല പറഞ്ഞു, നിങ്ങളുടെ ഓട്ടത്തിന്റെ കാര്യം പറഞ്ഞു. എന്റെ പൊന്നാശാനെ, പൊന്നാശാനല്ല, എടാ മോത്ത് നോക്കി അങ്ങനെ വിളിയുടെ പേര് വിളി. എന്റെ സുന്ദരനാശാനെ, ട്രെയിനിങ് തുടങ്ങിയിട്ട് 1 മാസമായി. ഓടി 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 ചങ്ക് കലങ്ങി. എന്നും ഈ ഓട്ടം മാത്രമേ ഉള്ളൂ. ദാ, ഒരു കള്ളന് വേണ്ട മിനിമം യോഗ്യത ശരം വിട്ടവരെ ഓടാനുള്ള കഴിവ. കിലോമീറ്ററിന് 4 മിനിറ്റ്. അതാ എന്നെ പോലെ ബെസ്റ്റ് കള്ളന്മാരുടെ ലക്ഷണം. അങ്ങനെ വരുമ്പോ 1 മിനിറ്റ് കൊണ്ട് ഈ ഓട്ടം തീരേണ്ടതാണ്. എന്റെ സ്ഥാനത്ത് പോലീസ് ചീപ്പായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? നിങ്ങളെ അകത്താകുമായിരുന്നു. ഇത് സിറ്റിയാ. കള്ളന്മാരെക്കാൾ പെരും കള്ളന്മാരാ ഇവിടെ പോലീസുകാര്. എന്റെ ആശാനെ, നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പണി കിട്ടി മടുത്തട്ടാ ഇവിടെ ഒരു പണി തേടി വന്നത്. ഇനി ഇവിടെ ഒരു പണി എന്നാ കിട്ടുക? ദേ, പണി കിട്ടുന്ന പണി ഇവിടെ ഇല്ല. പണം കിട്ടുന്ന പണിയുള്ളൂ. അതിന് കുറച്ച് പണി എന്റെ മോനെ. പോക്കറ്റടി, പിടിച്ചുപറി, ബലാത്സംഗിക്കൽ, ഭവനവേതനം, തട്ടിക്കൊണ്ടുപോക്ക്, അതായത് കിഡ്നാപ്പിംഗ്. മിനിമം ഇത്രയെങ്കിലും പഠിച്ചിരിക്കണം. വണ്ടി എടുത്ത് ആള് കയറാനുണ്ടോ? ഹലോ, ഹായ് ലക്കി. ഹലോ, ലക്കി കൂപ്പൺ. അയ്യോ, എന്നെ മനസ്സിലായില്ലേ? കിച്ചു, കൃഷ്ണകുമാരൻ എന്ന് കിച്ചു. ലക്കി കൂപ്പൺ, 5 കിലോ സ്വർണം. ഇയാൾക്ക് എന്താ വേണ്ടത്? ദാ, ഈ ചോദ്യം തന്നെയായിരുന്നു അന്നും. അന്ന് വേണ്ടിയിരുന്നത് ഈ ലക്കി കൂപ്പൺ. പക്ഷെ ഇന്ന് വേണ്ടത് ഫ്രണ്ട്ഷിപ്പ്. അല്ല, എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ. ഓഹ്, അന്ന് എന്തായിരുന്നു ഒരു ഫോം, എന്തായിരുന്നു ഒരു സ്റ്റൈൽ. ആ വെള്ള കാറും കാണാനില്ല. സംതിങ് റോങ് സംവെയർ. അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. അന്ന് എന്തായിരുന്നു സ്റ്റൈല്, എന്തായിരുന്നു പുകില്? ആ പച്ചക്കാറും കാണാനില്ല. ആ, അത് ഞാൻ പറയാം. അതെന്റെ കമ്പനി കാറായിരുന്നു. കമ്പനിക്ക് വേണ്ടിയുള്ള പർച്ചേസ് ആയിരുന്നു. കമ്പനിയുടെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡ്രസ്സുമായിരുന്നു. പക്ഷെ ലക്കി കൂപ്പൺ സ്വർണമല്ലേ, സ്വന്തമാക്കാതിരിക്കാൻ പറ്റുമോ? ഓക്കെ, there you are. Now it's your turn. താൻ പറ. എന്റേതും കമ്പനിക്കാരായിരുന്നു. കമ്പനി വാങ്ങി തന്ന ഡ്രസ്സായിരുന്നു. കമ്പനിക്ക് വേണ്ടിയുള്ള പർച്ചേസും ആയിരുന്നു. പോരെ? പോരാ. ഐ എം എ മോഡൽ. കമ്പനിയുടെ ഒരു ഷൂട്ടിന് വേണ്ടി ഡ്രസ്സ് വാങ്ങാൻ വന്നതായിരുന്നു. ഇപ്പൊ എങ്ങോട്ടാ? ഹോസ്റ്റലിലേക്ക്. എവിടെയാ ഹോസ്റ്റൽ? ശല്യപ്പെടുത്താനാണോ? നെവർ. എന്റെ ബസ് വന്നു. പോട്ടെ, ബൈ. ബൈ. വൈറ്റില്ല, ഇറങ്ങട്ടാ.